ഇപ്പോൾ ലോകമെങ്ങും ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിലാണ്. ഫുട്ബോൾ മൈതാനങ്ങളിൽ ടീമുകൾ കപ്പടിക്കാനായി തന്ത്രങ്ങൾ നെയ്യുമ്പോൾ അതേ ഫുട്ബോൾ തന്ത്രങ്ങൾ കടമെടുത്ത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യമായ നാറ്റോയും തങ്ങളുടെ ഭാവി പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ നിന്നാണ് കൗതുകകരമായ ഈ വാർത്ത വരുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ എത്ര വലിയൊരു സ്റ്റാർ പ്ലെയർ ഉണ്ടായാലും ഒരു ടീമിന് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല. അതിന് ഗോൾ കീപ്പറും ഡിഫൻഡർമാരും മിഡ്ഫീൽഡർമാരും ഒരേ മനസ്സോടെ ഒന്നിച്ചു കളിക്കണം. ഇതേ ഉപമയാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അന്താരാഷ്ട്ര സുരക്ഷയെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചത്. ലോകത്ത് സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ നാറ്റോയിലെ ഗവൺമെന്റുകളും സൈന്യവും പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന കമ്പനികളും ഒരൊറ്റ ടീമായി ഒന്നിച്ചു നീങ്ങണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഈ ഉച്ചകോടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഇതിന് ആതിഥേയത്വം വഹിച്ച തുർക്കി തന്നെയാണ്. പ്രതിരോധ മേഖലയിൽ നാറ്റോ 3.0 എന്നൊരു പുതിയ യുഗത്തിനാണ് തുടക്കമാകുന്നതെന്ന് തുർക്കി വൈസ് പ്രസിഡന്റ് ജവ്ദത്ത് യിൽമാസ് വ്യക്തമാക്കി. ആഗോള പ്രതിരോധ കയറ്റുമതിയിൽ ഫുട്ബോളിലെ ഫസ്റ്റ് ലീഗ് പോലെ മുൻനിരയിലേക്ക് വരാനാണ് തുർക്കിയുടെ ശ്രമം. നിലവിൽ തങ്ങളുടെ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും 80% തുർക്കി സ്വന്തമായാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള ആയുധ കൈമാറ്റ നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും പൂർണ്ണമായി നീക്കണമെന്ന ശക്തമായ ആവശ്യവും തുർക്കി മുന്നോട്ട് വച്ചിട്ടുണ്ട്. മാർക്ക് റൂട്ടയ്ക്കും ജവ്ദത്ത് യിൽമാസിനും പുറമെ തുർക്കി പ്രതിരോധ മന്ത്രിയായ യാഷാർ ഗുലറും ഈ ചർച്ചകളെ സ്വാധീനിച്ച പ്രധാന വ്യക്തിയാണ്. കളിയിലെ തന്ത്രങ്ങൾ പോലെ തന്നെ ആധുനിക യുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത് വെറും യുദ്ധക്കളത്തിലെ പ്രകടനം മാത്രമല്ല, രാജ്യങ്ങളുടെ വ്യവസായ ശേഷി കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നാം എടുക്കുന്ന തീരുമാനങ്ങളും പ്രതിജ്ഞകളും എത്ര വേഗത്തിൽ യഥാർത്ഥ സൈനിക ശേഷിയാക്കി മാറ്റാൻ കഴിയുമെന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യമെന്നാണ് യാഷാർ ഗുലർ വ്യക്തമാക്കിയത്. യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകളുടെയും ഇലക്ട്രോണിക് യുദ്ധമുറകളുടെയും പ്രാധാന്യം ഇതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ഉൽപാദനം എത്രത്തോളം വേഗത്തിലാക്കണമെന്ന് ഈ ഉച്ചകോടി ചർച്ച ചെയ്യുന്നുണ്ട്. വെറുതെ പ്രതിരോധ മേഖലയ്ക്കായി പണം മാറ്റിവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എത്രയും പെട്ടെന്ന് സൈനിക ശേഷിയാക്കി മാറ്റാൻ കഴിയണം. ഇതിനായി ചുവപ്പ് നാടകൾ ഒഴിവാക്കി പ്രതിരോധ രംഗത്തൊരു വലിയ വ്യാവസായിക വിപ്ലവം കൊണ്ടുവരാനാണ് നാറ്റോ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായി നാറ്റോ സഖ്യത്തിനാവശ്യമുള്ള സൈനിക ശേഷികളുടെ ഒരു പൊതുവിവര പട്ടികയും പുറത്തുവിട്ടിട്ടുണ്ട്. ആഗോള പ്രതിരോധ രംഗത്ത് വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഈ ഉച്ചകോടി വഴി തുറക്കുക. നാറ്റോ രാജ്യങ്ങൾ മാത്രമല്ല, യുക്രൈനും ഇന്തോ പസഫിക് മേഖലയിലെ പങ്കാളിത്ത രാജ്യങ്ങളും ഈ പുതിയ സുരക്ഷാ സഖ്യത്തിന്റെ ഭാഗമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഈ തീരുമാനങ്ങൾ എന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.